ഇടക്കര പള്ളിയിൽ ചർച്ച പോയവരുടെ കുട്ടികളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സർവേശ്വരാ തൃപ്പാദി വന്നിടുന്നു, ഞങ്ങൾ തൃപ്പാദി വന്നിടുന്നു. സർവേശ്വരാ തൃപ്പാദി വന്നിടുന്നു, ഞങ്ങൾ തൃപ്പാദി വന്നിടുന്നു. പ്രാർത്ഥന വേളയിൽ കുറവുകൾ പുറത്ത് ദൈവാലയങ്ങളെ അനുഗ്രഹിക്കൂ. പ്രാർത്ഥന വേളയിൽ കുറവുകൾ പുറത്ത് ദൈവാലയങ്ങളെ അനുഗ്രഹിക്കൂ. അനുഗ്രഹിക്കൂ, അനുഗ്രഹിക്കൂ. സർവേശ്വരാ തൃപ്പാദി വന്നിടുന്നു, ഞങ്ങൾ തൃപ്പാദി വന്നിടുന്നു. സർവേശ്വരാ തൃപ്പാദി വന്നിടുന്നു, ഞങ്ങൾ തൃപ്പാദി വന്നിടുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 10 മുതലുള്ള തിരുവചനങ്ങൾ. അവൻ ലോകത്തിലായിരുന്നു, ലോകം അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു, എങ്കിലും ലോകം അവനെ അറിഞ്ഞില്ല. അവൻ സ്വന്തം ജനത്തിന്റെ അടുത്തേക്ക് വന്നു, എന്നാൽ അവൻ അവനെ സ്വീകരിച്ചില്ല. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകുവാൻ അവൻ കഴിവ് നൽകി. അവൻ ജനിച്ചത് രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷന്റെ ഇച്ഛയിൽ നിന്നല്ല, ദൈവത്തിൽ നിന്നത്രേ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവന്റെ മഹത്വം നമ്മളെ ദർശിച്ചു. കൃപയും സത്യവും നിറഞ്ഞതും പിതാവിന്റെ ഏകജാതന്റെ മഹത്വം യോഹന്നാന് അവന് സാക്ഷ്യം നൽകിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു, ഇവനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ്, കാരണം എനിക്ക് മുമ്പേ അവനുണ്ടായിരുന്നു. അവന്റെ പൂർണ്ണതയിൽ നിന്നോ നാം എല്ലാം കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നിയമം മോശ വഴി നൽകപ്പെട്ടു, കൃപയും സത്യമാകട്ടെ യേശുക്രിസ്തു വഴി ഉണ്ടായി. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. പിതാവിനാൽ ഗാഠബന്ധം പുലർത്തുന്ന ദൈവം തന്നെ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. ദൈവമേ സ്തുതിയോഗ്യമാകുന്നു. ഭാഗ്യമോ ഇടയരോടൊപ്പം 2024 കഴിഞ്ഞ 2-3 വർഷങ്ങളായി നമ്മൾ എല്ലാ വർഷവും ഇത് കൊണ്ടാടുന്നതാണ്. നമ്മുടെ വിവിധ മേഖലകളിൽ അഭിമന്യ പിതാവ് നമ്മുടെ ഓരോ മേഖലകളിലും കടന്നു വന്ന് ഈ മേഖലയിലെ പ്രധാനപ്പെട്ട ആളുകളെ കാണുകയും നമ്മുടെ മേഖലയ്ക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് വളരെ മനോഹരമായി നമ്മുടെ എല്ലാ മേഖലകളിലും നടക്കുന്നു. ഇടയനോടൊപ്പം എന്ന് പറഞ്ഞ ഈ പ്രോഗ്രാമിൽ ഞാനിങ്ങനെ ചിന്തിക്കുമ്പോൾ ഇടയൻ ആടുകളോടുകൂടിയും ആടുകൾ ഇടയനോടുകൂടിയും ഒന്നിച്ചുള്ള ഈ ഒരു സഹവാസം അത് മനോഹരമാണ്, നമുക്ക് സന്തോഷം പകരുന്നതാണ്. അഭിമന്യ പിതാവ് ഈ തിരക്കുകളുടെ ഇടയിൽ ഓരോ മേഖലകളിൽ നിന്നും കടന്നു വന്ന് നമ്മുടെ ഇടവകയിൽ സന്ദർശിക്കുകയും നമ്മുടെ ഇടവകയുടെ കാര്യങ്ങളെല്ലാം പൊതുവായി ഇവിടെ അവതരിപ്പിക്കുകയും അതുപോലെ തന്നെ അഭിമന്യ പിതാവിൻ്റെ നാമകരണ തിരുനാളിനോടനുബന്ധിച്ച് നടത്തുന്ന ഈ പ്രോഗ്രാമിൽ നമുക്കെല്ലാം മേഖലകൾ ഒന്നിച്ച് അഭിമന്യ പിതാവിന് ആശംസകളും മംഗളാശംസകളെല്ലാം അർപ്പിക്കുവാനുള്ള ഒരു വേദി കൂടിയാണ്.
സാധാരണ രീതിയിൽ അഭിമന്യ പിതാവിൻ്റെ വിശാഘോഷം നമ്മൾ ബത്തേരിയിലാണ് ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ എല്ലാ ആളുകൾക്കും അവിടെ പോയി കാണുവാനോ അല്ലെങ്കിൽ അഭിമന്യ പിതാവിന് ആശംസകൾ അറിയിക്കുവാനോ സാധിക്കാത്തൊരവസ്ഥയിൽ. അപ്പോൾ ഇവയുടെ ഈ സമയങ്ങളിൽ നമുക്ക് എല്ലാ മേഖലകളിലും അഭിമന്യ പിതാവ് കടന്നു വരുമ്പോൾ എല്ലാ മേഖലയിലെയും വൈദികരും സന്യസ്തരും അതുപോലെ തന്നെ നമ്മുടെ ഗണവും ഒന്നിച്ചു ചേർന്ന് അഭിമന്യ പിതാവിന് ഫീസ്റ്റിൻ്റെ മംഗളാശംസകളെല്ലാം നേരുവാൻ നമുക്ക് സാധിക്കും. എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും ഭവനമെന്ന പിതാവിൻ്റെ ആ സ്വപ്നം നമ്മുടെ എല്ലാ മേഖലകളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മേഖലകളിലും നമ്മുടെ 2 ഭവനത്തിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്ന ആനക്കല്ലിലെ തീർത്ഥാടന കേന്ദ്രത്തിൽ അതിൻ്റെ പരിസരത്താണ് നമ്മൾ ഈ മേഖലയിൽ ഭവനം നിർമ്മിക്കുന്നത്. അതിൻ്റെ തറകെട്ടെല്ലാം കഴിഞ്ഞ് ഒക്കെയുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അഭിമന്യ പിതാവിൻ്റെ നിർദ്ദേശം അനുസരിച്ച് നമ്മുടെ എല്ലാ മേഖലകളിലും നമ്മുടെ ബത്തേരി രൂപതയിൽ വീടും സ്ഥലവും ഇല്ലാത്ത ആളുകൾ, വീടില്ലാത്ത ആളുകളെയൊക്കെ കണ്ടുപിടിച്ച് അവർക്ക് ഭവനം നൽകുന്ന എന്ന ആ യാഥാർത്ഥ്യ അല്ലെങ്കിൽ സ്വപ്നം അത് പൂർത്തിയാക്കുവാൻ നമ്മളിലൂടെയൊക്കെ സാധിക്കും. നമ്മളെല്ലാം ഒന്നിച്ചു നിൽക്കുവാണെങ്കിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഈ മേഖലയിൽ ചെയ്തു തീർക്കുവാൻ സാധിക്കും. അഭിമന്യ പിതാവിനോടുകൂടി നാം ഒന്നിച്ച് ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കുവാനും ചിന്തിക്കുവാനും തീരുമാനമെടുക്കുവാനും സാധിക്കുമ്പോൾ ഈ മേഖലയിൽ നമ്മുടെ രൂപതയിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഒന്നിച്ച് ചെയ്യുവാൻ സാധിക്കുമെന്നതിൽ യാതൊരു സംശയവും. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. അഭിമന്യ പിതാവ് ഇന്ന് രാവിലെ മുതൽ എനിക്ക് തോന്നുന്നു ചോക്കാട്, നിലമ്പൂർ മേഖലയിലെ ചോക്കാട് ഇടവകയിലായിരുന്നു ഇതുപോലെ എന്നോടൊപ്പം പ്രോഗ്രാം നടന്നുകൊണ്ട്. അതിനുശേഷമാണ് അഭിമന്യ പിതാവ് ഇവിടേക്ക് കടന്നു വന്നിട്ടുള്ളത്. അതിനുശേഷം നമ്മുടെ ഈ പ്രോഗ്രാം കഴിഞ്ഞ അഭിമന്യ പിതാവിന് ഇനിയും ഒത്തിരി പ്രോഗ്രാമുകൾ ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. ഈ തിരക്കിനിടയിലെല്ലാം നമ്മളെ കാണുവാനും നമ്മുടെ മേഖലകളൊക്കെ സന്ദർശിക്കുവാനും സമയം കൊണ്ട് എത്തുന്ന അഭിമന്യ പിതാവിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ഞാൻ ഈ ദേവാലയത്തിലേക്ക്, നമ്മുടെ ഈ മീറ്റിങ്ങിലേക്ക് അഭിമന്യ പിതാവിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ബത്തേരി രൂപതയുടെ മുഖ്യ വികാരി എന്നാൽ പിന്നെ സെബാസ്റ്റ്യൻ പള്ളി ബോർബസ്കോപ്പ് അച്ഛനെ പ്രത്യേകമായി പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഈ ഇടവകയുടെ മുൻ വികാരി, അതുപോലെ തന്നെ നിലമ്പൂർ ഇടക്കര മേഖലകളിൽ ശുശ്രൂഷ ചെയ്ത് ഇവിടെ നിന്ന് കടന്നു പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പുണ്യ ബോർബസ്കോപ്പ് അച്ഛനെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. നമ്മുടെ രൂപതയുടെ വികാരി ജനറൽ ഡോക്ടർ ജേക്കബ് പൂരിക്കലച്ചൻ അച്ഛനെ എനിക്ക് തോന്നുന്നു നമ്മുടെ മേഖലയിൽ എല്ലാവർക്കും വലിയ പരിചയം കാണത്തില്ല. അച്ഛൻ ഒത്തിരി വർഷങ്ങൾ റോമിലൊക്കെ പഠനമൊക്കെ കഴിഞ്ഞ് ഉപരിപഠനമൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി ബത്തേരി രൂപതയുടെ വികാരിയന്ത്രാളെ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഇപ്പോൾ മാണ്ടാട് ഇടവകയുടെ വികാരിയും കൂടിയാണ് ബഹുമാനപ്പെട്ട അച്ഛൻ. കഴിഞ്ഞ ഈ ഇടവകയുടെ തിരുനാൾ ആഘോഷത്തിൽ ബഹുമാനപ്പെട്ട അച്ഛനാണ് വന്ന് മനോഹരമായി വിശുദ്ധ കുർബാനയൊക്കെ അർപ്പിച്ച് പ്രാർത്ഥിച്ചത്. അപ്പോൾ ബഹുമാനപ്പെട്ട ജേക്കബ് പൂരിക്കലച്ചനെ നിങ്ങളുടെ എല്ലാവരുടെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്യും. നമ്മുടെ ബത്തേരി രൂപതയുടെ ബൊക്കറേറ്റ് അച്ഛൻ, നമ്മുടെ ചാക്കോ വെള്ളാംശാലച്ചൻ അച്ഛനെ എനിക്ക് തോന്നുന്നു കുറേ പേർക്കൊക്കെ പരിചയം കാണും. ഇവിടെ റീഎൻസിയൊക്കെ ചെയ്ത സ്ഥലങ്ങളാണ്. അച്ഛനെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടുള്ളൂ നമ്മുടെ രൂപതയുടെ ബൊക്കറേറ്റർ സ്ഥാനം ഏറ്റെടുത്തിട്ട് അച്ഛൻ പുറത്ത് പഠനമെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്ന് അഭിമന്യ പിതാവിനോടുകൂടി നമ്മുടെ ബത്തേരി രൂപതയിൽ അരമനയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ ബഹുമാനപ്പെട്ട അച്ഛന് ഒത്തിരി കാര്യങ്ങൾ ഇനിയും നമ്മുടെ രൂപതയിൽ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അച്ഛനെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ ഈ വരിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് അഭിമന്യ പിതാവിന് ആശംസകൾ അറിയിച്ച് സംസാരിക്കുന്ന നമ്മുടെ ഉപ്പട ഇടവകയുടെ വികാരി ബഹുമാനപ്പെട്ട എബ്രഹാം പതാക്കലച്ചനാണ്. അച്ഛനെ ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറി മർക്കോസ് സാറ്, അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട വന്യ വൈദികർ, ഇനി കുറച്ച് പേരും കൂടി വരാനുണ്ടെന്ന് തോന്നുന്നു. എല്ലാ വൈദികരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ പാസ്റ്റർ കൗൺസിൽ അംഗങ്ങൾ, രൂപത പാസ്റ്റർ കൗൺസിൽ അംഗങ്ങൾ, നമ്മുടെ മേഖലയുടെ പാസ്റ്റർ കൗൺസിൽ അംഗങ്ങൾ, നമ്മുടെ അധ്യാപകർ, അനധ്യാപകർ, നമ്മുടെ വിവിധ കോളേജുകൾ, സ്കൂളുകളിൽ നിന്ന് വന്നിട്ടുള്ള നമ്മുടെ ആളുകൾ, നമ്മുടെ ഇടവകളിൽ നിന്നുള്ള കമ്മിറ്റി അംഗങ്ങൾ, നമ്മുടെ പാട്ടുപാടിയ കുഞ്ഞു മക്കളെ, ഇവരെല്ലാവരെയും ഒരിക്കലും കൂടി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. അഭിമന്യ പിതാവ്, രൂപതയുടെ വികാരി ജനറൽ വന്യ ജേക്കബ് പൂരിക്കലച്ചൻ, രൂപതയുടെ പ്രൊക്യുറേറ്റർ ബഹുമാനപ്പെട്ട ചാക്കോച്ചൻ,
നമ്മുടെ ഈ മേഖലയ്ക്ക് ശക്തമായ നേതൃത്വം നൽകുന്ന പ്രോട്ടോ വികാരി ബഹുമാനപ്പെട്ട തോമസ് കല്ലൂരച്ചൻ, ബഹുമാനപ്പെട്ട പതാക്കലച്ചൻ, പ്രിയപ്പെട്ട വൈദിക സഹോദരരെ, സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, ഏറ്റവും പ്രിയ സഹോദര സഹോദരിമാരെ, എനിക്ക് ഇത്തിരി സന്തോഷവും ആത്മാഭിമാനവും ഉണ്ട് ഇന്ന് നമ്മളുടെ ഈ ഒരു വേദിയിൽ രണ്ട് വാക്കുകൾ പറയുന്നതിനായിട്ട്. ഞാനിവിടെ നിന്ന് എല്ലാവരെയും ഒന്ന് നോക്കിയപ്പോൾ എനിക്ക് അപരിചിതമായ ഒറ്റ മുഖം പോലും ഇല്ല എന്നുള്ളതാണ്. എല്ലാവരെയും, ഇരിക്കുന്ന മുഴുവൻ പേരെയും പേര് ചൊല്ലി വിളിക്കാം എന്നുള്ള നല്ല ഉറപ്പ് ബോധ്യമുള്ള ഒരു കൂട്ടായ്മയാണ് ഇന്ന് ഈ ദേവാലയത്തിൽ അകത്ത് ഇരിക്കുന്നത്. വളരെ അനുഗ്രഹീതമായ ഒരു കൂടിവരവാണ് നമ്മളുടെ ഇന്നത്തെ ഈ ഒരു കൂടിവരവ്. അതിൻ്റെ കാരണം എന്താണ് എന്ന് ബഹുമാനപ്പെട്ട കല്ലൂരച്ചൻ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ബത്തേരി ഭദ്രാസനത്തിന് വളരെ അനുഗ്രഹീതമായ ശ്രേഷ്ഠാചാര്യ ശുശ്രൂഷ നിർവഹിക്കുന്ന നമ്മുടെ രൂപതാധ്യക്ഷൻ അഭിനയ ഡോക്ടർ ജോസഫ് മാർ തോമസ് മെത്രാപ്പോലീത്ത തിരുമനസിൻ്റെ ഫീസ്റ്റ് നാമഹേതുക തിരുനാള് നമ്മുടെ ഭദ്രാസനം ഒന്നായി ചേർന്ന് ആഘോഷിക്കുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ഭദ്രാസനത്തിലെ 10 വൈദിക ജില്ലകളിലും അഭിമന്യ പിതാവ് നേരിട്ട് പോയി തൻ്റെ അജഗണങ്ങളെ കാണുന്നതിനും അതോടൊപ്പം തന്നെ ഈ ദൈവജന സമൂഹത്തിന് അഭിമന്യ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും പിതാവിന് ആശംസകൾ നേരുന്നതിനുമായിട്ടാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ബത്തേരി ഭദ്രാസനത്തിൻ്റെ ഒരു പ്രൈവറ്റ് അഹങ്കാരം എന്ന് തന്നെ ഞാൻ ഇതിനെ സൂചിപ്പിച്ചു കൊള്ളട്ടെ. ഈ കഴിഞ്ഞ 14 വർഷമായി ബത്തേരി ഭദ്രാസനത്തിന് എല്ലാ അർത്ഥത്തിലും എല്ലാ തലങ്ങളിലും വളരെ അനുഗ്രഹീതമായ ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന അഭിമന്യ പിതാവിന് നമ്മൾ അല്ലാതെ പിന്നെ ആരാണ് നാമഹേതുക തിരുനാളിൻ്റെ ആശംസകൾ അറിയിക്കേണ്ടതും അഭിമന്യ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതും? അപ്പോൾ നമ്മുടെ ദൗത്യവും നമ്മുടെ വിളിയും നന്നായി മനസ്സിലാക്കി ഈ പരിപാടി 2024 നമ്മൾ ആരംഭിക്കുമ്പോൾ നമ്മുടെ എടക്കര നിലമ്പൂർ വൈദിക ജില്ലയിലാണ് 2024 ഈ പരിപാടികൾക്ക് നമ്മൾ ആരംഭം കുറിച്ചിരിക്കുന്നത്. ആയതിനാൽ തന്നെ ഇതിന് വളരെയേറെ പ്രസക്തിയുണ്ട് എന്ന് ഞാൻ കാണുകയാണ്. ഫീസ്റ്റാണ്. തോമസ് നവദാദികളായി 3-4 വൈദികരും അതുപോലെ അൽമാരും ഇവിടെയുണ്ട്. നമ്മുടെ എല്ലാ വികാരി എപ്പിസ്കോപ്പൽ വികാരി തോമസ് അച്ഛൻ ഇവിടെയുണ്ട്, ഡീവച്ച് ഇവിടെയുണ്ട്, നവദേവച്ചൻ. കേക്ക് കട്ട് ചെയ്യുന്നതിന് മുമ്പായി തോമസ് താരകൾ, തോമസ് അൽമാര്, തോമസ് നവദാദികൾ എല്ലാവരും പേരൊക്കെ കഴിക്കുന്നുണ്ട്. തോമസ് എന്ന പേരുള്ള പേര് എടക്കര വൈദിക ജില്ലയുടെ സ്നേഹാദരങ്ങളുടെ ഭാഗമായി പ്രോട്ടോ വികാരി അഭിമന്യ പിതാവിനെ ഇപ്പോൾ ഒരു ഷോൾ അണിയിക്കുന്നതാണ്. അതിനുശേഷം കേക്ക് കട്ട് ചെയ്യുന്നതായിരിക്കും. എല്ലാ തോമസ് നാമധാരികളും ബഹുമാനപ്പെട്ട അച്ഛന്മാരും അൽമാരും എല്ലാവരും മുന്നോട്ട് കടന്നു വരിക.
ആശംസഗാനം പാടാം പാടാം ആമോദരാഗം മൂളാം മൂളാം സ്നേഹത്തിൻ മലരുകൾ പൊഴിയാത്ത നന്മകൾ മൃദുമന്ത്രണം മീട്ടി ഹൃത്തിൽ സ്നേഹത്തിൻ മലരുകൾ പൊഴിയാത്ത നന്മകൾ മൃദുമന്ത്രണം മീട്ടി ഹൃത്തിൽ ഞങ്ങൾ പാടാം മംഗളങ്ങൾ ഒന്നായി നേരാം ആശംസകൾ ഞങ്ങൾ പാടാം മംഗളങ്ങൾ ഒന്നായി നേരാം ആശംസകൾ ഒരുപാട് നന്മകളേകി അതിലേറെ സ്നേഹവുമായി ഒരുപാട് നന്മകളേകി അതിലേറെ സ്നേഹവുമായി ഇനിയുള്ള അനുഗ്രഹപ്പൂമഴ കാണും മാടാം മംഗളങ്ങൾ പ്രാർത്ഥിക്കാമെന്നെന്നും ഞങ്ങൾ മംഗളഗീതികളേകാം പ്രാർത്ഥിക്കാമെന്നെന്നും ഞങ്ങൾ സസരി സരി സരി പമരി സനി സസരി സരി 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 രിരി മമ 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 പാപ നി പമരി സനി സരി സാ സ്നേഹാദരങ്ങൾ നിറഞ്ഞ അഭിനന്ദ ജോസഫ് മാർ തോമസ് തിരുമേനി ബത്തേരി രൂപതയുടെ മുഖ്യാധികാരി ജനറൽ ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ കീപ്പിൾ കോർപ്പസ് അച്ഛ, ബത്തേരി രൂപതയുടെ നന്ദി മോൺസിഞ്ഞോർ ഡോക്ടർ ജേക്കബ് വാലിക്കലച്ച, നമ്മുടെ പ്രൊക്കുറേറ്ററസൻ ചാക്കോച്ച, ഇടക്കര മേഖലയുടെ പ്രോട്ടോ വികാരി കല്ലൂരച്ച, പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറി പ്രൊഫസർ, നന്ദി വൈദികരെ, സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ നാമം പേറുന്ന അഭിവന്യ തിരുമേനിയുടെ ഫീസ്റ്റ് ആഘോഷത്തിനാണ് നമ്മളിവിടെ കൂടിയിരിക്കുകയാണ്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുക. തോമാസ് ശ്ലീഹായെ പറ്റി ഒരു വാക്ക് പറഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ പറയാമെന്ന് കരുതുന്നു. വിശുദ്ധ ബൈബിളിൽ 3 സ്ഥലത്താണ് തോമാസ് ശ്ലീഹായെ പറ്റി പ്രത്യേകമായിട്ട് കാണുക. യേശു പറഞ്ഞു, പിതാവിങ്കിലേക്കുള്ള വഴി നിങ്ങൾക്കറിയാം. അപ്പോൾ തോമാസ് ശ്ലീഹായ്ക്കൊരു സംശയം, പിതാവിങ്കിലേക്ക് പോകാനുള്ള വഴി എങ്ങനെ അറിയും? പഴയ നിയമം വായിച്ചിട്ടുള്ള ആൾക്കാർക്ക് യാഹ്വയിലേക്ക് പോകാനുള്ള വഴി കൽപ്പനകൾ പാലിക്കുന്നതാണ്, അല്ലെങ്കിൽ നേർച്ച കാഴ്ചകൾ സമർപ്പിക്കുന്നതാണ്. മംഗളങ്ങളും സ്നേഹവും നേടുകയാണ്. ഇവരുടെ പിതാവിനെ പറ്റി ഒത്തിരി മേഖലകളിലും കഴിഞ്ഞ ഫീസ്റ്റിലൊക്കെ ഒത്തിരി സ്നേഹങ്ങളൊക്കെ പറയാറുണ്ടായിരുന്നു. പലപ്പോഴും നമ്മളൊക്കെ ജനിക്കുമ്പോൾ പലരും ചോദിക്കുന്നതാണ്,
അവിടെ നിന്ന് എന്തെങ്കിലും നന്മ വരുമോ, നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ വരുമോ എന്നൊക്കെ ചോദിക്കും. വടശ്ശേരിക്കരയിൽ നിന്ന് എന്തെങ്കിലും നന്മ വരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അവർ പിതാവുകൾ. പക്ഷേ അഭിമന്യ പിതാവിന് ചെറുപ്പകാലം മുതൽ നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻ്റായി അദ്ദേഹം പഠിച്ച് സെമിനാരിയിൽ വന്നു. അദ്ദേഹത്തിൻ്റെ ബയോഡേറ്റയൊക്കെ നോക്കിയാൽ അറിയാം, വളരെ ഹൈലി ഇൻ്റലക്ച്വലായിട്ട് പഠിച്ച് സെമിനാരിയിൽ വന്ന് അതിനുശേഷം കോളേജിൽ മാറിവാനസ് കോളേജിൽ നിന്ന് ആദ്യം തന്നെ എക്കണോമിക്സൊക്കെ പഠിച്ച് സെമിനാരിയിൽ പോയി. ആലുവ സെമിനാരിയിൽ അവിടെ നിന്ന് വളരെയധികം തീക്ഷ്ണതയോടുകൂടി പഠിച്ച് വൈദികനായി. തുടർന്ന് നമുക്കറിയാം തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ സ്ഥാപനങ്ങളിലൊക്കെ പഠിച്ച് തൻ്റെ ബുദ്ധിയും വൈഭവവും എല്ലാം സഭയ്ക്ക് വേണ്ടി വിനിയോഗിച്ച് ഇന്ന് അതിൻ്റെ ക്ലൈമാക്സിൽ എത്തിയിരിക്കുന്ന ഒരു സമയമാണ്. അദ്ദേഹം പഠിച്ച കാര്യങ്ങളും അദ്ദേഹം പരിശീലിച്ച കാര്യങ്ങളുമൊക്കെ ബത്തേരി രൂപതയിൽ പ്രാവർത്തികമാക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭാഗ്യം. പിതാക്കന്മാർക്ക് ഭക്തിയും വിശ്വാസവും ആരാധന ജീവിതവും ഒക്കെ നമ്മളെപ്പോഴും മുന്നിൽ കാണുന്നതാണ്. പക്ഷേ ബുദ്ധിയും അതുപോലെ തന്നെ രൂപതയെ നയിക്കുവാനായിട്ടുള്ള ശക്തിയും സാമ്പത്തിക സ്രോതസ്സുമൊക്കെ കണ്ടുപിടിച്ച് അതിനെ നേരാവണ്ണം ലീഡ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു അഭിമന്യ പിതാവിനെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളതെന്ന് നമുക്ക് അഭിമാനിക്കാം. നമ്മുടെ സ്ഥാപനങ്ങൾ നോക്കുക, നമ്മുടെ പഴശ്ശിരാജ കോളേജ് അല്ലെങ്കിൽ ഗുരുദേവ് കോളേജ്, അതുപോലൊക്കെ ഒരു നല്ല സ്റ്റാൻഡേർഡിലേക്ക് വരാനായിട്ട് ഈ കഴിഞ്ഞ 14 വർഷം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ശ്രേയസ്, മറ്റ് പ്രവർത്തനങ്ങൾ എല്ലാം അത്യുന്നതിലേക്ക് വരാൻ കാരണം അഭിമന്യ പിതാവിൻ്റെ ദീർഘവീക്ഷണമാണെന്ന് പറയാതിരിക്കാനായിട്ട് സാധിക്കും. വിദ്യാഭ്യാസ ചിന്തകൾ, പഠിക്കാൻ കഴിവില്ലാത്ത കുട്ടികളെ പഠിപ്പിക്കുക, അതുപോലെ തന്നെ ഓരോരുത്തരെയും തിരിച്ചറിയുവാൻ, പേര് ചൊല്ലി വിളിക്കുവാനായിട്ടുള്ള ഒരു വലിയ കഴിവ് പിതാവാണ്. പ്രത്യേകിച്ച് വൈദികരെ സംബന്ധിച്ചിടത്തോളം വൈദികരെ ഓരോരുത്തരെയും മനസ്സിലാക്കുവാൻ, അവരവരായിരിക്കുന്ന അവസ്ഥയിൽ മനസ്സിലാക്കുവാനായിട്ട് അഭിമന്യ പിതാവ് പ്രത്യേക ഒരു കഴിവുണ്ട്. ഓരോരുത്തരെയും ഏത് ലെവലിൽ വെക്കണമെന്നും ഓരോ സ്ഥലത്തേക്കും അവരുടെ മനസ്സിലാക്കുവാൻ, ദുഃഖവും പ്രയാസമുള്ളവരെ മനസ്സിലാക്കുവാനും ഒക്കെ പിതാവിന് പ്രത്യേക കഴിവ്, ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളത് നിങ്ങൾ പ്രത്യേകമായിട്ട് നോക്കാറുണ്ട്. അപ്പോൾ അഭിമന്യ പിതാവിന് ഈ നാമകേന്ദ്ര തിരുനാളിന് എല്ലാ മംഗളങ്ങളും നേരുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. കോർപ്പസ് കോപ്പാച്ചൻ പറഞ്ഞതുപോലെ ഈ ഭവന പദ്ധതി നമ്മുടെ പിതാവിൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്ന പദ്ധതി തന്നെയാണ്. വെടേരി പള്ളിയിൽ 2 പേർക്ക് ഞങ്ങൾ മാറുന്നതിന് മുമ്പ് പിതാവിൻ്റെ നിർദ്ദേശം അനുസരിച്ച് 2 പേർക്ക് അത്രയുടെ താഴെ 5 സെൻറ്റ് സ്ഥലം വെച്ച് വീഴ്ച കൊടുത്തു. അവിടെ കുറ്റി അടിക്കുമ്പോൾ തന്നെ അവരുടെ മനസ്സിൽ വീട് കിട്ടിയതുപോലെ തന്നെയാണ്. അപ്പോൾ അത്രമാത്രം തീക്ഷ്ണതയോടുകൂടിയാണ് ഈ പദ്ധതിയെപ്പറ്റി ജനങ്ങൾ നോക്കുക. അപ്പോൾ എനിക്കത് ഈ ആശംസ പറയുന്ന സമയത്ത് മോൺസിനോർച്ചൻ പറഞ്ഞ കാര്യം തന്നെയാണ് സൂചിപ്പിക്കാനായിട്ടുള്ളത്. നമ്മുടെ എല്ലാ പദ്ധതികളും നന്നായിട്ട് നടക്കുമ്പോൾ അതോടൊപ്പം തന്നെ ഭവനമില്ലാത്തവർക്ക് നല്ല ഒരു പ്രവർത്തനം ഏറ്റെടുക്കുവാനും ഭവനം നിർമ്മിക്കുവാനും ഒപ്പം തന്നെ അഭിമന്യ പിതാവിനോടൊപ്പം നിന്നുകൊണ്ട് ഈ രൂപതയെ ദൈവസന്നിധിയിലേക്ക് നയിക്കുവാനായിട്ടുള്ള കൃപയും ഒക്കെ നമുക്കുണ്ടാകട്ടെ. അഭിമന്യ പിതാവിന് കരമംഗലയുടെ എല്ലാവിധമായ ആശംസകളും പ്രാർത്ഥനകളും ദൈവം നൽകുകയും ചെയ്യുന്നു. താങ്ക് യു ഫാദർ. തുടർന്ന് ആശംസാ പ്രസംഗം നടത്തുന്നത് ബദരി സന്യാസ സമൂഹത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് സിസ്റ്റർ മേരി കാഞ്ചൻ. അഭിമന്യ പിതാവെ, മോൺസിഞ്ഞർ അച്ഛന്മാരെ, ശ്രേഷ്ഠ വൈദിക സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷത്തോടെ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഒരു സമയമാണിത്. നമ്മുടെ പിതാവിൻ്റെ നാമത്തെക്കുറിച്ച് പറയുമ്പോൾ പൗരസ്ത്യ പിതാക്കന്മാർക്കെല്ലാം കിട്ടിയ നാമത്തിൽ നിന്നും വ്യത്യസ്തമായി അവരെല്ലാം സഭാപിതാക്കന്മാരുടെ പേരുകൾ സ്വീകരിച്ചപ്പോൾ തൻ്റെ ശ്രേഷ്ഠ ശിഷ്യൻ്റെ നാമം തന്നെ നമ്മുടെ അപ്പന് കിട്ടി എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ ഒന്നാണ്. ഈ ചടങ്ങിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കും. സിസ്റ്ററിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അഭിമന്യ പിതാവേ, വന്യ മോൺസിഞ്ഞർ അച്ഛന്മാരെ, സ്നേഹമുള്ള വൈദികരെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, ഏറ്റവും വാത്സല്യം നിറഞ്ഞ ദൈവജനമേ,
ഇടയനോടൊപ്പം എന്നതാണ് ഇന്നത്തെ നമ്മുടെ കൂടിവരവിൻ്റെ ടൈറ്റിൽ. വന്യ പിതാവിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഇന്ന് ഈ ഇടയനോടൊപ്പം എന്ന ഈ പരിപാടിയിൽ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിതാവിൻ്റെ ഫീസ്റ്റ് ആഘോഷമാണ്. ഈ ഫീസ്റ്റ് ആഘോഷവും ഒരു ശുശ്രൂഷയായി മാറ്റിയ ശ്രേഷ്ഠമായ ഒരു പരിപാടിക്കാണ് നാം ഏവരും ഇന്നിവിടെ സാക്ഷ്യം വഹിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, നല്ല ഇടയനായ യേശുവിനെ പിൻചെന്നുകൊണ്ട് തൻ്റെ അജഗണങ്ങൾക്ക് കാവലാകുവാൻ, തുണയാകുവാൻ, ആശ്രയമാകുവാൻ, തൻ്റെ ആഘോഷങ്ങളെല്ലാം ശുശ്രൂഷയാക്കി മാറ്റിയ ഒരു മഹാശ്രേഷ്ഠൻ്റെ മുൻപിലാണ്, ആ ഒരു മഹാപരിപാടിയിലാണ് നാം ഓരോരുത്തരും ഇന്നായിരിക്കുന്നത്. സ്നേഹമുള്ളവരെ, ഇന്ന് വന്യപിതാവിൻ്റെ ഫീസ്റ്റ് ആഘോഷമാണ് നാം ഇവിടെ നടത്തുന്നതെങ്കിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹവും അവകാശവും എന്നുള്ളത് ഇതാണ് എൻ്റെ വീട്, ഈ കാണുന്നതാണ് എൻ്റെ പാർപ്പിടം, എൻ്റെ വീടെന്ന് ചൂണ്ടിക്കാണിക്കാൻ ഒരു വീടുണ്ടാകുകയാണ് ഒരു വ്യക്തിയുടെ ഈ ലോകത്തിലെ ഏറ്റവും ഭൗതികമായ നേട്ടങ്ങളിൽ ഒന്ന്. ഇന്ന് എനിക്കൊരു വീടില്ല എന്ന് പറഞ്ഞ് വാടക വീടുകളിൽ താമസിക്കുന്ന അനേകായിരങ്ങൾക്ക് ഇതാണ് എൻ്റെ വീട് എന്ന് ചൂണ്ടിക്കാണിക്കുവാൻ പിതാവിൻ്റെ ഈ ആഘോഷങ്ങളും ശുശ്രൂഷയും, ആഘോഷത്തിൽ കലർത്തിയ ശുശ്രൂഷ ഇടയാകുമ്പോൾ നാം എല്ലാവരും നമ്മുടെ ഉള്ളും ഉള്ളായ്മയും നമുക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം പിതാവിനോട് കൂടെ നിന്ന് ചെയ്യുമ്പോൾ നമ്മളും പിതാവിൻ്റെ ഈ ശുശ്രൂഷയിൽ സാക്ഷികളാകുകയാണ്, അതിൽ പങ്കുചേരുകയാണ്. എടക്കര വൈദിക മേഖലയിലെ അൽമായരെ പ്രതിനിധീകരിച്ചുകൊണ്ട് രൂപതാ പാസ്റ്റർ കൗൺസിൽ അംഗം ശ്രീ എൻ.എം. ചാക്കോ സാർ ഇപ്പോൾ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കും. സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അഭിനന്ദന പിതാവെ, ഏറ്റവും ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ അച്ഛന്മാരെ, കോറെപ്പിസ്കോപ്പൽ വികാരി, പ്രിയ വൈദിക ശ്രേഷ്ഠരെ, പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി, പ്രിയ മാതാപിതാക്കന്മാരെ, സിസ്റ്റേഴ്സ്, പ്രിയമുള്ള സുഹൃത്തുക്കളെ, വളരെയധികം സന്തോഷം നൽകുന്ന ഒരു അനുഭവത്തിലൂടെയാണ് ഈ കഴിഞ്ഞ നിമിഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. എടക്കര മേഖലയെ സംബന്ധിച്ചിടത്തോളം ഒരു ഇടയൻ ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് തൻ്റെ സന്തോഷം പങ്കിടുന്നതായ ഒരു അനുഭവ തലങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. മൂത്തേട്, മാമാങ്ങൽ, ഉപ്പടം, കൈപ്പരി എല്ലാ പള്ളികളിലും ഞാൻ തോന്നുന്നു. മയിലാടുംപള്ളി, കരുതച്ചി, ചുങ്കത്തറ, പാത, ഭൂതാനം, ഉണ്ടേരി. ഓക്കെ, ഏതെങ്കിലും പള്ളികൾ വിട്ടുപോയിട്ട് അവിടെ ഇരിക്കണ്ട, എന്നിട്ട് പോലും ഏതെങ്കിലും പള്ളിയുടെ പേര് ഞാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അവിടെ അധികാരിക്കേണ്ട അവർ പോലെ കുഴപ്പമില്ല. നമ്മുടെ സ്കൂളുകളിൽ നിന്നാണ്, നമ്മുടെ എരുമ്പുകൊണ്ട സ്കൂളിൽ നിന്ന് എനിക്ക് തോന്നുന്നു, എരുമ്പുകൊണ്ട സ്കൂള്, ഇവിടെ മൂത്തേടൻ കോളേജ്, ഇവിടെ പ്രിൻസിപ്പാൾ എത്തിയിട്ടുണ്ട്. നമ്മുടെ പ്രിൻസിപ്പാൾ, അതുപോലെ തന്നെ നമ്മുടെ MD, അതുപോലെ തന്നെ അധ്യാപകർ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. മൂത്തേടം ഫാത്തിമ കോളേജിലെ പ്രിൻസിപ്പാൾ, അധ്യാപകർ, ഇവിടെ കരുതച്ചി സ്കൂൾ, മാമാങ്കലം, ചെമ്മകൊല്ലി, ബെന്നിസാർ, എരുമോണ്ട
ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് സാർ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് അതുപോലെ തന്നെ മറ്റ് കാർഷികൾ നമുക്ക് കൊടുക്കാം. സ്കൂളിൽ പൈസ എന്താണ് അച്ഛൻ പിടിച്ചോണ്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ നിന്നോ കോളേജുകളിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ രീതിയിലോ എല്ലാം അഭിയന്യ പിതാവിന് നിങ്ങൾക്ക് സംഭാവനകൾ നൽകാവുന്നതാണ്. അതിനുള്ള അവസരം കൂടി ഉണ്ടായിരിക്കും. നമുക്ക് വ്യക്തിപരമായിട്ടുള്ള സംഭാവനകൾ നൽകാൻ കൂടിയുള്ള അവസരം കൂടിയുണ്ട്. ഫാസ്റ്റ് കൗൺസിൽ അംഗങ്ങൾക്ക് അതുപോലെ തന്നെ നമ്മുടെ മറ്റുള്ള ആളുകൾക്ക് ടീച്ചേഴ്സിനൊക്കെ വ്യക്തിപരമായിട്ടുള്ള സംഭാവനകൾ നമ്മുടെ ശ്രേയസിൻ്റെ മേഖല പ്രവർത്തകർ ശ്രേയസ് ഡക്കര മേഖല MCY ഇടക്കര മേഖല. എന്നെ പറ്റിയോ മറ്റുള്ളവരെ പറ്റിയോ പറയാനുള്ള അവസരമല്ല. ഒരു ഇടയന് ദൈവജനവുമായി സംവദിക്കുവാനും അവർക്കിടയനോട് ആശയ സമ്മേളനം നടത്തുവാനായിട്ടുള്ള ഒരു വേദിയായിട്ടാണ് ഇടയനോടൊപ്പം എന്നുള്ള പ്രോഗ്രാം നമ്മൾ നടത്തുന്നത്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ എന്നെപ്പറ്റി, എൻ്റെ ക്വാളിറ്റിയെപ്പറ്റി, ഗുണങ്ങളെ പറ്റിയൊക്കെ ഉള്ളതും ഇല്ലാത്തതുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കത്തോലിക്ക മെത്രാന്മാർക്ക് മാർപ്പാപ്പ പ്രത്യേക ഒരു അനുവാദം നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും കാര്യങ്ങൾ ആരെങ്കിലും വിശ്വക്തിപരമായി ഇല്ലാത്ത കാര്യങ്ങൾ പറയാൻ കൂട്ടിപ്പറയുക ചെയ്താൽ അവർക്ക് ദണ്ഡമോചനം കൊടുക്കണമെന്നാണ്. ഈ ഫീസിനോടനുബന്ധിച്ച് അങ്ങനെ എന്നെപ്പറ്റി പിതാക്കളച്ചും രണ്ടാളച്ചനും അതുപോലെ തന്നെ സിസ്റ്റേഴ്സിനും എല്ലാവർക്കും നമ്മുടെ എല്ലാവർക്കും ഇതാ നമുക്കറിയാവുന്ന പോലെ വിശുദ്ധ തോമസ് ശ്ലീഹായുടെ തിരുനാൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ബന്ധുവായിരുന്നു തോമസ് ശ്ലീഹ. അദ്ദേഹത്തിൻ്റെ പേര് ഏതാണ്ട് 2-3 പേരാണ് തോമസ് ശ്ലീഹായി. തോമസ് ശ്ലീഹായുടെ യഥാർത്ഥ പേരെന്ന് പറഞ്ഞാൽ യൂദാസ് എന്നാണ്, യൂദാസ് തോമസ് എന്നാണ്. അദ്ദേഹത്തിന് മറ്റുണ്ടായ ഗ്രീക്ക് പേരാണ് ദിദീമോസ് എന്ന് പറഞ്ഞാൽ 2 യൂദാമാരുണ്ടായിരുന്നുകൊണ്ട് ഇരട്ടകളിൽ 1 എന്നുള്ള പേരനുസരിച്ചാണ് ഈ തോമസ് എന്ന പേര് വരാനായിട്ടില്ലായി. ഈ തോമസ് ശ്ലീഹായ്ക്കുണ്ടായിരുന്ന ക്വാളിറ്റിയൊക്കെ ഇവിടെ പറഞ്ഞു. തോമസ് ശ്ലീഹ കർത്താവിനോടുള്ള വലിയ സ്നേഹത്തെ പ്രതി പലസ്തീനയിൽ നിന്ന് വളരെ ദൂരമായ ഈ പ്രദേശത്ത് ദീർഘമായ യാത്ര ചെയ്ത് വന്ന് നമുക്ക് നൽകിയത് എന്താണ് എന്ന് ചോദിച്ചാൽ വളരെ ലളിതമായി യേശുക്രിസ്തുവിനെ നൽകി എന്നുള്ളതാണ്. യേശുക്രിസ്തുവിൻ്റെ സ്നേഹവും കരുണയും നമ്മെ അറിയിച്ചു എന്നുള്ളതാണ്. അഭിവന്യ പിതാവേ, ഏറ്റവും സ്നേഹം നിറഞ്ഞ മോൺസിഞ്ഞോർ അച്ഛന്മാരെ, പ്രിയ വൈദിക ശ്രേഷ്ഠരെ, സിസ്റ്റേഴ്സ്, പ്രിയ ദൈവജനമേ, നമ്മളുടെ ഇടക്കര വൈദിക മേഖലയിൽ അഭിവന്യ പിതാവിൻ്റെ നാമഹേതുക തിരുനാൾ ആഘോഷിക്കുന്നതിന് വേണ്ടി എത്തിയ ഒരു ധന്യ നിമിഷത്തിലാണ് നമ്മൾ. അതിലുള്ള പ്രത്യേകമായ സന്തോഷം ആദ്യമേ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇടക്കര മേഖലയുടെ പേരിലുള്ള എല്ലാവിധ നന്മകളും മംഗളങ്ങളും പിതാവിന് ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. യുടെ പേരിലുള്ള എല്ലാവിധ സ്നേഹവും നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ സെബാസ്റ്റ്യൻ അച്ഛൻ, നമുക്കറിയാം നമ്മുടെ സെബാസ്റ്റ്യൻ അച്ഛൻ ബത്തേരി പോയാലും കണ്ണൂർ പോയാലും ഒക്കെ നിലമ്പൂരുകാരുടെ അച്ഛനാണ്. അച്ഛൻ തീർച്ചയായിട്ടും വളരെ ഹൃദയത്തിൽ തൊട്ടാണ് ഇതിൻ്റെ ആമുഖ പ്രഭാഷണം നടത്തിയത്. പിതാവിൻ്റെ ദൗത്യവും പിതാവിൻ്റെ ലക്ഷ്യവും കൃത്യമായിട്ട് ഇവിടെ ഇരിക്കുന്ന മനുഷ്യരോട് വിശദീകരിച്ചുകൊണ്ടാണ് മോൺസിഞ്ഞോർ അച്ഛൻ, നമ്മുടെ സെബാസ്റ്റ്യൻ കീപ്പട്ടിൽ അച്ഛൻ നമ്മളോട് സംസാരിച്ചത്. അച്ഛനോടുള്ള സ്നേഹവും നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്.
അതുപോലെ തന്നെ സംസാരിച്ചില്ലെങ്കിലും ഓലിക്കലച്ചൻ ഇവിടെയുണ്ട്. സാന്നിധ്യം കൊണ്ട് നമ്മളെ അനുഗ്രഹിച്ച ഏറ്റവും പ്രിയപ്പെട്ട മോൺസിഞ്ഞോർ ജേക്കബ് ഓലിക്കലച്ചനോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ രൂപത പ്രൊക്കറേറ്റർ ചാക്കോച്ചൻ ഇവിടെ ഉണ്ടായിരുന്നു. അച്ഛൻ ഇപ്പോൾ റെസിപ്റ്റ് എഴുതുന്നതിന് വേണ്ടി അങ്ങോട്ട് മാറിയിരിക്കുകയാണ്. ഇന്ന് ഈ ഫണ്ടിലേക്ക് പണം കൊടുത്ത് എല്ലാവർക്കും ഇന്ന് തന്നെ റെസിപ്റ്റ് കൊടുക്കുന്ന വളരെ സുതാര്യമായ ഒരു സംവിധാനമാണ് നമ്മുടെ ഭവന നിർമ്മാണ പദ്ധതി എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ബഹുമാനപ്പെട്ട ചാക്കോച്ചനോടുള്ള സ്നേഹവും കടപ്പാടും നന്ദിയും അറിയിക്കുകയാണ്. അതുപോലെ ഈ ചടങ്ങിന് നേതൃത്വം കൊടുത്തത് നമുക്കറിയാം, നമ്മുടെ തോമസ് കല്ലൂരച്ചനാണ്. അച്ഛൻ്റെ കൂടെ നിന്ന് ഒരു 2 ദിവസം ഈ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുന്നതിന് ഞാൻ അച്ഛൻ്റെ കൂടെ ഉണ്ടായിട്ടുള്ളൂ. വളരെ ലളിതമായിട്ട് കാര്യങ്ങൾ പറയുകയും എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കണം, എന്നാൽ അത് വളരെ ലളിതമായിരിക്കണം എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന, ഇടപെടാൻ വളരെ നമുക്ക് എന്താ പറയുക, ഒരു പ്രയാസം ഇല്ലാത്ത രൂപത്തിൽ ഇടപെടാൻ കഴിയുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട കല്ലൂരച്ഛനോടുള്ള സ്നേഹവും നന്ദിയും കടപ്പാടും ഈ എടക്കര മേഖലയുടെ പേരിൽ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ചടങ്ങിൽ ആശംസാ പ്രസംഗങ്ങൾ നടത്തിയത് ബഹുമാനപ്പെട്ട ഫാദർ എബ്രഹാം പതാക്കിലച്ചനാണ്. അച്ഛനോടുള്ള സ്നേഹവും നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കുന്നു. അതുപോലെ ബദനി സന്യാസിനി സമൂഹത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് സിസ്റ്റർ മേരി കാഞ്ചന SIC, അതുപോലെ മേരി മക്കൾ സന്യാസിനി സമൂഹത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് സിസ്റ്റർ നീസ മേരി DM, ഇവരോടുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുന്നു. രൂപത പാസ്റ്റർ കൗൺസിൽ അംഗമായിട്ടുള്ള ശ്രീ NM ചാക്കോ സാറ് ഈ യോഗത്തിന് ആശംസകൾ അറിയിക്കുകയുണ്ടായി. അദ്ദേഹത്തോടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് കടന്നു വന്ന വിവിധ ഇടവകകളിൽ നിന്നുള്ള കൈക്കാരന്മാര്, കണക്കന്മാര്, അതുപോലെ തന്നെ കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും ഉണ്ട്. എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ സ്ഥാപനങ്ങളുടെ മേധാവികളായിട്ടുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ സ്ഥാപനങ്ങളിൽ നിന്നുള്ള അധ്യാപകർ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരോടുമുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. അതോടൊപ്പം നമ്മുടെ ശ്രേയസ് കുടുംബാംഗങ്ങൾ അവർ നേരത്തെ ഇവിടെ എത്തി. അവരെല്ലാവരും ഇവിടെ സന്നിഹിതരാണ്. പിതാവിൻ്റെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്ന ശ്രേയസിന്റെ വിവിധ ഇടവകളുള്ള യൂണിറ്റുകളിലുള്ള എല്ലാ പ്രവർത്തകരോടും ഈ എടക്കര വൈദിക മേഖലയുടെ പാസ്റ്റർ കൗൺസിലിന്റെ പേരിലുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ കാപ്പി ക്രമീകരിച്ചിട്ടുണ്ട്. നമ്മുടെ ഇവിടുത്തെ മറ്റ് ക്രമീകരണങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി നേതൃത്വം കൊടുത്തത് ഈ ഇടവകയുടെ ട്രസ്റ്റി ആയിട്ടുള്ള വർഗീസ് പൂഴിക്കാട്ടിൽ ചേട്ടനാണ്. അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സെക്രട്ടറിയോടും കമ്മിറ്റി അംഗങ്ങളോടും എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിച്ചുകൊണ്ട് പിതാവിൻ്റെ ഫീസ്റ്റിനോടനുബന്ധിച്ച് പിതാവ് ചെറിയൊരു മധുരം കൊണ്ടുവന്നിട്ടുണ്ട്. അതെല്ലാവരും സ്വീകരിക്കണമെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ കാപ്പിയും കേക്കും ഇതിൻ്റെ സന്തോഷത്തിൻ്റെ ഭാഗമായി ക്രമീകരിച്ചിട്ടുണ്ട്. അതെല്ലാവരും കഴിച്ചിട്ടേ പോകാവൂ എന്നറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മളുടെ പ്രിയപ്പെട്ട അച്ഛന്മാർക്കും അതുപോലെ സിസ്റ്റേഴ്സിനും അവിടെ പാഴ്സനേജിൽ കാപ്പി ക്രമീകരിച്ചിട്ടുണ്ട്. ദയവായിട്ട് അങ്ങോട്ട് കടന്നു വരണം എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ ഫോട്ടോ സെഷന് വേണ്ടി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. യേശുനാഥൻ യാഗമായി തീർന്ന